ഹലോ ഗൈസ്, വെൽക്കം ടു ദ വീഡിയോ. അപ്പം ഞാനാണല്ലേ മൈക്കൊക്കെ സെറ്റാക്കി വന്നപ്പോഴത്തേക്കും ഉണ്ടായിരുന്ന സൗണ്ട് കൂടെ പോയി. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയായിരുന്നേ, യൂട്യൂബിൽ ആക്റ്റീവായിട്ട് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഉണ്ടായിരുന്ന സൗണ്ട് കൂടെ പോയി. ഇപ്പോൾ ഇത്തവണ എന്തായാലും നമ്മൾ വിട്ടു കൊടുക്കത്തില്ല കേട്ടോ, ഉള്ള സൗണ്ട് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നല്ല ജലദോഷമുണ്ട്. പോണ വഴിക്ക് ഒരു ചുക്കാപ്പി പിടിച്ചിട്ട് പോകാം. ഇവിടെ ഇപ്പോൾ തണുപ്പായോണ്ടേ വൈകുന്നേരമൊക്കെ ഇങ്ങനെ വെറുതെ നടക്കാൻ ഒരു രസമൊക്കെ ഉണ്ട്. പക്ഷെ കാറ്റടിച്ച് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ജലദോഷം വരും. ചില ദിവസങ്ങളിൽ ഞാൻ വൈകുന്നേരം ഇച്ചിരി നേരത്തെ ഇറങ്ങിയിട്ട് നടന്നു പോയിട്ട് ബസ് കയറിയാണ് ഡ്യൂട്ടിക്ക് പോകാറ്. അപ്പോൾ പോണ വഴി ചായയൊക്കെ കുടിച്ച് എൻ്റെ ഫ്രണ്ടും കാണും കൂടെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ വർത്താനമൊക്കെ പറഞ്ഞ് കാര്യമായിട്ട് ആഘോഷമായിട്ട് പോകും നൈറ്റിന് പോകുമ്പോൾ. ഗൈസ്, അങ്ങനെ ചൂട് ചുക്കാപ്പി എത്തിയിട്ടുണ്ട്. അതിലൂടെ ഞാൻ ഒരു നമ്മുടെ ഇലയുടെ പറഞ്ഞിട്ടുണ്ട്. നല്ലതായിട്ട് വിശക്കുന്നുണ്ട്. ഉച്ചയ്ക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല പനി കാരണം. അതുകൊണ്ട് ചുക്കാപ്പിയും കുടിച്ച് ഇലയുടെയും ഒന്ന് കഴിക്കട്ടെ. ഇലയുടെയും പിന്നെ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടുണ്ട്, അവളൊരു കുമ്പളപ്പം കൂടെ വാങ്ങിയിട്ടുണ്ട്, മറ്റേ ചക്കേടാന്ന് പറയുന്നത്. ഈ ഇലയുടെ കഴിച്ച് കഴിഞ്ഞിട്ട് വയറ്റിൽ സ്ഥലം ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അറിയത്തില്ല, ഞാൻ ഇവിടെ നിന്ന് ഇതുവരെ കഴിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ലുലുന്ന് ഇതിൻ്റെ ബാറ്ററി ഉണ്ടെന്ന് പറഞ്ഞു. എനിവേ കുടിച്ചു നോക്കട്ടെ. കാപ്പിയും കുടിച്ച് ഈ ഇലയുടെയും കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നറിയാം. ചുക്കാപ്പിയുടെ അകത്ത് മിൻ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ചുക്കാപ്പി പക്ഷേ ഉണ്ടല്ലോ, ഞാൻ ഇന്നലെ ഒരു ചുക്കാപ്പി കുടിച്ചായിരുന്നു വേറൊരു കടയിൽ നിന്ന്. ആ ചുക്കാപ്പിയായിരുന്നു അടിപൊളി, മറ്റേ കരിപ്പൊട്ടിയൊക്കെ ഇട്ട്. ഇതിപ്പം ആകെ മൊത്തത്തിൽ മിൻറ്റ് ഇഞ്ചിയൊക്കെ ഇട്ടൊരു ഒരു ചുക്കാപ്പി അല്ലാണ്ടായിപ്പോയാലുണ്ട്, ഒരു മസാലക്കാപ്പി ആയിപ്പോയി. എന്തായാലും കഴിച്ചിട്ട് വരാം ഗൈസ്. എന്തായാലും ചുക്ക് കാപ്പി പാളി ഗൈസ്. ഇനിയിപ്പം ഇലയുടെ ഇത് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. ഇതും പരാജയം. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ തന്നെയാണല്ലോടെ. ഇതും കൊള്ളത്തില്ല. ഇതിപ്പം പല പല ഐറ്റംസ് പരീക്ഷിച്ച് എല്ലാ പരാജയങ്ങൾക്ക് ശേഷം അടുത്ത സാധനം വേണ്ട കുമ്പളപ്പം. നീ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് കൊള്ളാട്ടോ. ഇതിൻ്റെ അകത്ത് മറ്റേ ഇതൊക്കെ ഇടുന്നുണ്ടല്ലോ, നമ്മുടെ എന്തുവാ തേങ്ങാക്കൊത്തൊക്കെ വറുത്തിട്ടുണ്ട്. റിച്ചാണ് കുഴപ്പമില്ല. ഗോഡ്, ഇപ്പോഴേ ഇത്തിരി ആശ്വാസമായി. കുളിയൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോകാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും മുടിഞ്ഞ വിശപ്പോടായി. കഴിക്കട്ടെ ഗൈസ്. ഗൈസ്, അങ്ങനെ ഒരു മീറ്റ് പഫിൻ്റെ ഹാഫും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി അതും കൂടെ കഴിച്ചിട്ട് നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് എഴുന്നേക്കാം. മീറ്റ് പഫും കുഴപ്പമില്ല അല്ലേ ഗൈസ്. ചായയൊക്കെ കുടിച്ച് വന്നപ്പോഴത്തേക്കും സന്ധ്യയായി. നമ്മുടെ ബസ്സിൻ്റെ ടൈമൊക്കെ ആയി. ഞാൻ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോവാം. ബസ് കയറി പണിക്ക് പോവാം. ആ ബസ് സ്റ്റോപ്പിൻ്റെ പുറത്ത് മറ്റേ വരച്ച് വെച്ചേക്കണ ആർട്ട് കണ്ടുവരുമ്പോൾ നേരത്തെ ഇതെല്ലാം പ്ലെയിൻ ആയിരുന്നു. ഇപ്പം രണ്ടാമത് ഈ പടം മാറ്റിയാന്ന് തോന്നണം അല്ലേ. ഇതുണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ ബസ് സ്റ്റോപ്പിൻ്റെ പുറത്തുള്ള ആർട്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിലും ഫുൾ കാലിയായിരുന്നു. ഇതെല്ലാം കാലിയാണ്, പക്ഷെ ഇവിടെ സ്റ്റോപ്പില്ലല്ലോ. പിന്നെ ഈ ബസ് നമുക്ക് പോകാനുള്ളല്ലേ 184 അവിടെ സ്റ്റോപ്പുണ്ടോ? ഇത് ബസ് സ്റ്റേഷൻ വരെ ഉള്ളൂ, സ്റ്റോപ്പില്ല. ഇതിലേക്ക് ഇറങ്ങാം. അങ്ങനെ അതും പാളി കേസ്. അപ്പം ഏതെങ്കിലും കിട്ടുന്ന ബസ്സിൽ കയറി പണിക്ക് പോട്ടെ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.